الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാൻ, ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ കുറിച്ചുള്ള തഖ്വാബോധത്തോടുകൂടി ജീവിതാവസാനമാകുന്ന മരണത്തെ അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുസൽമാന്മാരായി മരണപ്പെടുവാനുള്ള പരിശ്രമം കൈക്കൊള്ളണമേ എന്നാദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിജാലങ്ങളിൽ മനുഷ്യന് മാത്രം നൽകിയിട്ടുള്ള വിവിധങ്ങളായ കഴിവുകളുണ്ട് എന്ന് നമുക്കറിയാം. മനുഷ്യനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന തത്വശാസ്ത്രങ്ങളിൽ അതിൽ പല വിധേനയുള്ള വാക്കുകൾ കൊണ്ട് മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വായിക്കുവാൻ കഴിയും. സംസാരിക്കുന്ന ജീവിയാണ് മനുഷ്യൻ, ചിരിക്കുന്ന ജീവിയാണ് മനുഷ്യൻ, അതുപോലെ തന്നെ വായിക്കുവാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ, എഴുതുവാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. ഇങ്ങനെ തുടങ്ങി മറ്റ് ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യന് നൽകപ്പെട്ട സവിശേഷമായ അനുഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യനെ പലപ്പോഴും പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ മനുഷ്യൻ്റെ കഴിവിനെ വളരെ നന്നായി പരിപോഷിപ്പിക്കുവാനും ഒപ്പം മനുഷ്യനിൽ
നിലനിൽക്കണം എന്ന് വേദം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ സിദ്ധിയാണ് വായന എന്ന് പറയുന്ന കഴിവ്. പല രാജ്യങ്ങളും പല സംസ്ഥാനങ്ങളും വായനയെ പ്രോത്സാഹിപ്പിക്കുവാൻ വായനാ ദിനം ആചരിക്കുന്നവരുണ്ട്. അത് പിന്നീട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വായനാ വാരം ആയി അതിനെ വികസിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ കലാലയങ്ങളിൽ മുഴുവൻ വായനാ ദിനമായി ആചരിച്ചു വരുന്ന ഒരു ദിവസമാണ് ജൂൺ 19 എന്ന് പറയുന്ന ദിവസം. അത് പിന്നീട് വായനാ വാരമായി കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിന് വേണ്ടി ആ ദിനത്തെ പിന്നീട് നമ്മൾ വികസിപ്പിച്ച് ഒരാഴ്ച കാലത്തേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കപ്പെടാറുണ്ട്. എന്തായാലും നമുക്കറിയാം, വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ വായന എന്ന് പറയുന്ന മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ, മനുഷ്യനിൽ അന്വേഷണാത്മകമായ അവൻ്റെ ഉത്തരവാദിത്തങ്ങളെ വികസിപ്പിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ടായിരിക്കണം ഖുർആൻ അതിൻ്റെ അവതരണ ആരംഭം കുറിച്ചത് വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിനോളം വായനയെ പ്രോത്സാഹിപ്പിച്ച മറ്റൊരു വേദഗ്രന്ഥത്തെയും നമുക്ക് കാണാൻ കഴിയില്ല. മറ്റൊരു തത്വസംഹിതയെയും നമുക്ക് കണ്ടെടുക്കാൻ പ്രയാസമാണ്. ഇസ്ലാമിൻ്റെ പ്രഥമ ശത്രുക്കൾ, ആ ശത്രുക്കളെ ഇസ്ലാം ബന്ദികളായി പിടിച്ചിട്ട് അവർക്ക് ബന്ധനത്തിൽ നിന്നുള്ള മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു കൊടുത്തത് എൻ്റെ അനുചരന്മാർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അവരത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കായി മോചന ദ്രവ്യമായി അത് നിശ്ചയിച്ചുകൊണ്ട് സ്വതന്ത്രരായി വിട്ടയക്കാം എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ബദറിൻ്റെ രണാങ്കണത്തിന് ശേഷമാണ്. നമുക്കറിയാവുന്ന ചരിത്രമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചു പോകുന്നത്. അപ്പോൾ വായന എന്ന് പറയുന്നത് എന്നും നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടതാണ്. എന്നും നമ്മളതിൻ്റെ മുന്നണി പോരാളികളായിട്ട് നിലനിൽക്കേണ്ടതാണ്. ആ വായനയിലൂടെ നമ്മൾ ആർജിക്കേണ്ട വിജ്ഞാനത്തെ എന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുകയും അത് നമ്മുടെ കർത്തവ്യമായി, കടമയായി, ബാധ്യതയായി നമ്മൾ കാണുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഖുർആൻ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പക്ഷേ വായനയ്ക്ക് ഇസ്ലാം വളരെ കൃത്യമായ ചില മാനദണ്ഡങ്ങളെ, കൃത്യമായ ചില നയനിലപാടുകളെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതൊക്കെ പലപ്പോഴും വിസ്മരിച്ചുകൊണ്ടും അതൊക്കെ വളരെ അപ്രധാനമായി കണ്ടുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അടിസ്ഥാനപരമായി ഇസ്ലാം അതിൻ്റെ വായനയുടെ പരിപ്രേക്ഷ്യമായി, അതിൻ്റെ വായനയുടെ സംസ്കാരമായി, വായനയിലൂടെ മനുഷ്യൻ ആർജിക്കണം എന്ന് ഇസ്ലാം ഉദ്ഘോഷിച്ച അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വായനാ സംസ്കാരത്തിലേക്കോ അല്ലെങ്കിൽ അത്തരം ഉള്ള ഒരു അറിവിൻ്റെ, ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും താല്പര്യങ്ങൾക്കെതിരാകുന്ന ഒരു ചിന്താഗതിയുടെ വളർച്ച നമ്മളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ രൂഢമൂലമായിക്കൊണ്ടിരിക്കുന്നു. ഖുർആൻ അവിടെ കൃത്യമായി പറഞ്ഞു, നീ വായിക്കുക. ഈ വേദഗ്രന്ഥത്തിന്റെ അടിയാറുകളോടുള്ള കൽപ്പനയാണ്. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു വരിയുണ്ട്. സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട്, എന്താണ് വായിക്കേണ്ടത്? ഖുർആൻ പ്രഥമമായി അവതരിപ്പിച്ചു, നീ വായിക്കുക. മനുഷ്യരാശിക്ക് വേണ്ടി അവതീർണമായ, മനുഷ്യരാശിയുടെ സന്മാർഗിക ജീവിതത്തിന്റെ വഴികളെ വേർതിരിക്കാൻ വേണ്ടി നൽകിയ ഈ വായനയെ എങ്ങനെയാണ്, എന്താണ് വായിക്കേണ്ടത് എന്ന സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്, അല്ലെ? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയണേ, ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ ഖുർആൻ വായിക്കുക എന്നാണ്. പ്രഥമമായ ഉത്തരം എന്താണ്? ഈ ഖുർആനിനെ നീ വായിക്കുക എന്നതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതാണ് ആ ആയത്തിൽ പറഞ്ഞത്. നിന്നെ സൃഷ്ടിച്ചവനായ, അല്ല, മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചവനായ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. എല്ലാ വസ്തുക്കളെയും, എല്ലാ ചരാചരങ്ങളെയും പടച്ച ആ പടച്ചവന്റെ നാമത്തിൽ നീ വായിക്കുക.
ബൈബിളിൽ ഒരു വാക്കുണ്ട്, ജ്ഞാനത്തിൻ്റെ ഉറവിടം ദൈവഭയമാണ് എന്ന് പറയുന്ന ഒരു വാക്യം ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അറിവിൻ്റെ ഉറവിടം, അറിവിൻ്റെ ആരംഭം അത് തീർച്ചയായും ദൈവഭയത്തിൽ നിന്നാണ് ഉത്ഭവിക്കേണ്ടത്, അത് ആരംഭിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വചനം നമുക്ക് ബൈബിളിൽ വായിക്കാൻ കഴിയും. ഖുർആൻ അതിൻ്റെ പ്രഥമ ആയത്തിലൂടെ പറഞ്ഞു, സൃഷ്ടാവ്, എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നാമത്തിൽ നീ വായിക്കണം. എന്നിട്ടാണ് ഖുർആൻ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത്, അല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്, രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനാണ്. സകല ചരാചരങ്ങളുടെയും സൃഷ്ടിപ്പ് വിശദീകരിച്ചിട്ട് ഖുർആൻ മനുഷ്യനെ എടുത്തു പറഞ്ഞു, തീർച്ചയായും ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലക്കിൽ നിന്ന് വിശദീകരിക്കപ്പെടേണ്ട പദമാണ്. പലപ്പോഴും നിങ്ങൾ വിശദീകരണങ്ങൾ പലവരും കേട്ടവരായിരിക്കും. വളരെ ആപ്റ്റായ ഒരു ഭ്രൂണവും ഒരണ്ടവും തമ്മിൽ ഗർഭാശയത്തിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉത്ഭവത്തിന്റെ ഏറ്റവും ആപ്റ്റായ വാക്ക് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ മുന്നിൽ വെച്ചിട്ട് ഖുർആൻ പറയുകയാണ്, മനുഷ്യനെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിൻ്റെ നാമത്തിൽ നീ വായിക്കണം. അപ്പോൾ വായന എവിടേക്ക് കൊണ്ടെത്തിക്കേണ്ടതുണ്ട്? വായനയുടെ സംസ്കാരം, വായനയുടെ പരിപ്രേക്ഷ്യം, വായനയുടെ അടിത്തറ, വായനയുടെ നിലപാട് എന്താകണം? അത് നാഥനെ കണ്ടെത്തുക എന്ന് പറയുന്ന വായനയാകണം. ഈ വായന വായിക്കാതെ നമ്മൾ എന്തോരം വായിച്ചിട്ടും ആ വായനയെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് ഈ ഒരു വായന മാത്രം നടക്കുകയും മറ്റു വായനകളിലേക്ക് പരന്നു പോകാൻ നമുക്ക് സാധിക്കാതെ പോയാലും അത് നമുക്ക് വേണ്ടി നാളെ നമ്മൾ മാത്രം നിൽക്കുന്ന ഒരു ലോകത്ത്, ആൾക്കൂട്ടത്തിൽ തനിയെ നമ്മൾ നിൽക്കുന്ന ഒരു ലോകത്ത് ആ ഖുർആൻ നമുക്ക് വേണ്ടി അവിടെ ശുപാർശകനായിട്ടുണ്ടാകും. ഒരു നിമിഷ നേരം ഞാനും നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തെല്ലാം വായിച്ച് തള്ളിയ നമ്മൾ, എന്തെല്ലാം വായിച്ച് ഒഴിവാക്കിയ നമ്മൾ, എന്തിനെയോ ഒക്കെ വായിച്ച് സ്വായത്തമാക്കി എന്ന് അഹങ്കരിക്കുകയോ അഹന്ത നടിക്കുകയോ അല്ലെങ്കിൽ അഭിമാനം കൊള്ളുകയോ ചെയ്യുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനിനെ ഒരാവർത്തി മുഴുവനായി വായിച്ചു. ഈ വായനാ ദിനത്തിൻ്റെ വാരത്തിൽ ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മുടെ കൊച്ചുമക്കൾ വായിച്ചു വളരണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മുടെ കലാലയങ്ങളിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പ്രായം കടന്ന് എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ വേറൊരു മേഖലയിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പള്ളിയിൽ ഞാനും നിങ്ങളും ആലോചിക്കുക, എൻ്റെയും നിങ്ങളുടെയും ദൗത്യ വായന, എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വ വായന, എനിക്കും നിങ്ങൾക്കും ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും ഉപകാരം ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ വായന ഞാനും നിങ്ങളും നിർവഹിച്ചു. അത് നിർവഹിക്കാതെ എത്ര നമ്മൾ വായിച്ചു, എത്ര നമ്മൾ നേടി, എത്ര നമ്മൾ കരസ്ഥമാക്കി, എത്രയോ ഷഹാദത്തുകൾ, എത്രയോ സർട്ടിഫിക്കറ്റുകൾ നമ്മളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് രക്ഷയുണ്ടാകുമോ പ്രിയപ്പെട്ടവര്? വെറുതെ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതല്ലേ? നമ്മളെ സമാധാനിപ്പിക്കാൻ, നമ്മളെ സമാശ്വസിപ്പിക്കാൻ, നമുക്ക് ശാന്തമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നമുക്ക് ചെല്ലാൻ ആ ഗ്രന്ഥത്തെ അവഗണിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുമോ? വായനയെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു എന്ന് മഹാനായ അമാനി മൗലവി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന വളരെ ചിന്തനീയമായ ചില വരികളുണ്ട്, വളരെ ആലോചനാപരമായ ചില വരികളുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നത്തെ ആളുകൾ അല്ലെ സമകാലിക ലോകത്തിരുന്ന് വിശുദ്ധ ഖുർആനിന്റെ വിവരണം എഴുതിയ ഒരു മഹാപണ്ഡിതനാണ് കേരളത്തിലെ മർഹൂം അമാനി മൗലവി റഹ്മഹുല്ലാ. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ എഴുതി, ഇന്ന് ചില മനുഷ്യന്മാരുണ്ട്, അവർ എന്തൊക്കെയോ വായിച്ചു എന്ന അർത്ഥത്തിൽ അവർ ഈ ഖുർആനിനെ വായിക്കാതെ പോകുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ചില ആളുകൾ ഈ ഖുർആനിന്റെ ഭാഷ അത് വളരെ ഉന്നതങ്ങളിൽ ഇരുന്ന് പഠിക്കുന്നു, വളരെ ഉന്നതമായ നിലയിൽ അതിൻ്റെ ഭാഷയും പഠിക്കുന്നു, എന്നിട്ടും ഖുർആനിനെ അവഗണിച്ചു കൊണ്ടുപോകുന്നു. എത്ര സത്യമാണ് ഈ പറഞ്ഞത്!
എത്ര വാസ്തവമാണ് ഈ പറഞ്ഞത്. എന്തൊക്കെയോ വായിച്ച് നമ്മൾ വലിയ വിവരമുള്ളവരായി, നമ്മൾ ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കുന്നവരായി, നമ്മൾ ഒരുപാട് പേരെ മോട്ടിവേഷൻ ചെയ്യുന്നവരായി, അങ്ങനെ പല തലങ്ങളിൽ നമ്മളും നമ്മുടെ വളരുന്ന തലമുറയും നമ്മുടെ സന്താന തലമുറയും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും അള്ളാഹുവിൻ്റെ കലാമിനെ നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അതിനെ നമുക്കൊന്ന് വായിച്ചു നോക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു സംശയവുമില്ല, ഇസ്ലാമിക ലോകം എന്ന് പറയുന്ന മുസ്ലിം ലോകത്ത് ഇത്രയേറെ ശിർക്ക്, ഇത്രയേറെ ബിദ്അത്തുകൾ, അത് മുച്ചൂടും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഉമ്മത്തായി നമ്മൾ മാറിയിരിക്കുന്നത്. അതിൽ നമ്മുടെയും കോൺട്രിബ്യൂഷനായി നമ്മുടെ ഉസ്താദുമാരോടൊപ്പം, നമ്മുടെ ഗുരുനാഥന്മാരോടൊപ്പം, നമ്മുടെ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരി എന്ന് പറയുന്ന പുരോഹിതന്മാരായി നിൽക്കുന്നവരോടൊപ്പം നമ്മളും പലപ്പോഴും ചേർന്ന് നിൽക്കുന്നതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ കലാമിനെ നമ്മൾ വായിക്കാത്തതുകൊണ്ടാണ്. ഒരു സംശയമില്ല, അള്ളാഹുവിന്റെ കലാമിനെ മനസ്സിരുത്തി ഒരാവർത്തി വായിച്ച ഒരാൾക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ ഇലാഹിയത്തിനെയും അവന്റെ ഉലൂഹിയത്തിനെയും വിട്ട് മറ്റൊരാളിലേക്ക് പോകാൻ കഴിയില്ല. പിന്നെ കഴിയുന്നവരാരാ? കഴിയുന്നവര് അത് ഖുർആൻ പറഞ്ഞ പുരോഹിതന്മാരാണ്, അല്ലെ? ഖുർആൻ ആ വാക്കാണ് ഉപയോഗിച്ചത്. അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഐഹിക ലോകത്തിൽ ജനങ്ങളുടെ സമ്പത്ത് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം അവർ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അവരല്ലാത്ത സാധാരണക്കാര്, അവരല്ലാത്ത പാമരന്മാരായ അല്ലെങ്കിൽ പണ്ഡിതന്മാരല്ലാത്ത മറ്റ് തലങ്ങളിൽ നിൽക്കുന്നവർ എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ കലാമിനെ അവഗണിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് വായനയുടെ വാരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വായനയെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ തീരുമാനിച്ചാൽ, ഒന്നാമതായി ഞാൻ എന്നോട് ചോദിക്കേണ്ടത്, ഒന്നാമതായി നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടത്, വായിക്കാൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമ്മൾ വായിച്ചു? ഇഖ്റ, നീ വായിക്ക്. എന്താണ് വായിക്കേണ്ടത് എന്ന നിന്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ ഈ ഖുർആനിനെ നീ വായിക്ക് എന്നാണ് പ്രഥമ ഉത്തരം. ഖുർആൻ മാത്രം വായിച്ചാൽ മതിയെന്നോ, ഖുർആൻ മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. പ്രഥമമായ അതിൻ്റെ ഉത്തരം ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെയാണ്, ഈ ഖുർആനിനെ നീ വായിക്കുക എന്നാണ് പറഞ്ഞത്. വീണ്ടും ഖുർആൻ പറഞ്ഞു, ഇഖ്റ വറബ്ബുക്കൽ അക്റം. നിന്റെ നാഥൻ നിന്നോട് ചെയ്ത ഉദാരതയാണ് വായന. നിസ്സാരമായൊരു കഴിവല്ല, നിസ്സാരമായൊരു സിദ്ധിയല്ല. നിനക്ക് മാത്രമായി പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങളിൽ നീയാകുന്ന ഈ മനുഷ്യന് മാത്രമായി അത്യുദാരനായ നാഥൻ നിന്നോട് ചെയ്ത ഉദാരതയാണ്, അവൻ ചെയ്ത ഔദാര്യമാണ് നിനക്ക് വായിക്കാനുള്ള കഴിവ് നൽകിയത്. ആ നിന്നോടാണ് അല്ലാഹു തആല പറഞ്ഞത്, നീ വായിക്ക്. എന്ത് വായിക്കണം? എൻ്റെ കലാം വായിക്കണം. വായിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കലാമേതാ? അല്ലെ, എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഉത്ബോധനത്തിന്റെ മുമ്പിലും നമ്മൾ കേൾക്കുന്നതാണ്, അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ്. അല്ലെ, കേൾക്കുന്നതല്ലേ? കലാമുകളിൽ വെച്ച്, വായിക്കാൻ വേണ്ടി നീ തെരഞ്ഞെടുക്കുന്ന വാക്യങ്ങളിൽ വെച്ച്, നീ തെരഞ്ഞെടുക്കുന്ന ഏതേത് വാക്യങ്ങളാണോ ആ വാക്യങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായത് കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹിന്റെ കലാമാണ്. ആ കലാമിനെയാണ് നമ്മൾ അവഗണിക്കുന്നത്, ആ കലാമിനെയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, 54-ാമത്തെ അധ്യായം സൂറത്തുൽ ഖമർ. ആ സൂറത്തുൽ ഖമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ എന്താണ്? തീർച്ചയായും ഫകൈഫ കാന അദാബി വനുദർ. ഓരോ സമുദായത്തിന്റെയും ശിക്ഷകൾ വന്നിറങ്ങിയതിനെ കുറിച്ച് അല്ലാഹു തആല പ്രതിപാദിച്ചിട്ട് അല്ലാഹു ചോദിച്ച ഒരു ചോദ്യമാണ്, ഫകൈഫ കാന അദാബി വനുദർ. എൻ്റെ ശിക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ, ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ, അങ്ങനെയുള്ള ഓരോ സമുദായങ്ങളെയും നശിപ്പിച്ച ചരിത്രം അല്ലാഹു തആല അതിനെ പ്രതിപാദിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്, ഫകൈഫ കാന അദാബി. ഓരോ സമുദായത്തിന്റെയും ആ അദാബുകളെ അല്ലാഹു തആല എണ്ണി പറഞ്ഞിട്ട് ഈ ആവർത്തന ചോദ്യമുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ശിക്ഷ? വനുദർ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തഖീദ്? ഇങ്ങനെ ഖുർആൻ ആവർത്തിച്ച് 4 പ്രാവശ്യം ആവർത്തിച്ച ഒരായത്താണ് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ എന്നിട്ട് ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതിന് ശേഷം ഖുർആൻ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്, ഒരു നിത്യസത്യമാണ്, ഒരു പരമസത്യമാണ്. ആര് നിഷേധിച്ചാലും ശരി,
ആര് എതിർക്കാൻ ശ്രമിച്ചാലും ശരി, അള്ള പറഞ്ഞ സത്യമാണെന്ന് സത്യമല്ലാന്ന് പറയില്ല. അല്ലെ? അള്ള പറഞ്ഞതാ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഉറ്റാലോചിക്കുന്നവർക്ക് വേണ്ടി ഈ ഖുർആനിനെ നാം എളുപ്പമാക്കി. ആലോചിച്ച് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി, ചിന്തിക്കുന്നവർക്ക് വേണ്ടി, ഓർമ്മ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവരുന്നവർക്ക് വേണ്ടി, മനനം ചെയ്യുന്നവർക്ക് വേണ്ടി ഈ ഖുർആനിനെ നാം എളുപ്പമാക്കി. ഫഹൽ മിൻ മുദ്ദക്കിർ. നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കാൻ തയ്യാറുള്ളവരുണ്ടോ, ഉറ്റാലോചിക്കാൻ തയ്യാറുള്ളവരുണ്ടോ എന്ന് ചോദിക്കുന്ന ഈ ആയത്ത് സൂറത്തുൽ ഖമറിൽ അല്ലാഹു തആല ഒന്നിലേറെ പ്രാവശ്യം ആവർത്തിച്ചു. തൊട്ടടുത്ത അധ്യായം സൂറത്തുർ റഹ്മാൻ. സൂറത്തുർ റഹ്മാൻ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ വിശേഷണമാണ്. അല്ലാഹു എന്ന് പറയുന്ന അൽ ഇലാഹി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഏറ്റവും പരമമായ വിശേഷണമാണ് അവൻ അർ റഹ്മാനാണ് എന്നത്. അങ്ങനെ ഒരു അധ്യായം അല്ലാഹു തആല ഇറക്കി. എന്താ അല്ലാഹു തആല അവൻ പരമകാരുണികനായതിന്റെ ഒന്നാമത്തെ കാരണം പറഞ്ഞത്? അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. ഈ ഖുർആനിനെ നിങ്ങൾക്ക് പഠിപ്പിച്ചു എന്നതാണ്. നമ്മൾ പഠിച്ചോ? നമ്മൾ വായിച്ചോ? നമ്മളതിനെ കുറിച്ച് ആലോചിക്കുന്നവരായോ? ഞാൻ ആരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ പ്രിയപ്പെട്ടവർ, ഒരിക്കലും കുറ്റപ്പെടുത്തല്ല. നമ്മൾ നമ്മളോടും ചോദിക്കുകയും അള്ളാഹു പരമകാരുണികനാണ് എന്ന് നമ്മൾ ഈ സമൂഹത്തോട്, തൗഹീദിന്റെ അനുയായികൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവരാണ്. ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു വിരോധാഭാസം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന പണ്ഡിതന്മാര് പോലും വായന എന്ന് പറയുന്ന ശീലത്തിൽ നിന്ന് പുറകോട്ട് പോയി. ഖുതുബകളുടെ നോട്ടുകൾ വരിക, PDF വരികയാണ്. എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വിടുന്ന ആ നോട്ട്സുകൾ കുറിച്ചു വന്ന് അങ്ങനെ നടത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയി. എന്താ തകരാറ്? ഹദീസുകളുടെ സിഹത്ത് പരിശോധിക്കൂല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസിന്റെ നെല്ലും പതിരും വേർതിരിക്കൂല. കാരണം കിതാബ് എടുക്കണം, അല്ലെങ്കിൽ അതുപോലെയുള്ള കിതാബുകളുടെ റഫറൻസ് ലൈബ്രറികളിലേക്ക്, ഡിജിറ്റൽ ലൈബ്രറികളിലേക്ക് കയറണം. ഇതിനൊന്നും തയ്യാറില്ല. പഴയ കാലത്തുണ്ടായിരുന്ന വായനാ സംസ്കാരം പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്ന് പോലും നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്താണ് പരമകാരുണികനായ നാഥൻ പറയുന്നത്, ഞാൻ പരമകാരുണികനാ, അർ റഹ്മാനാണ് ഞാൻ അർ റഹ്മാനായതിന്റെ കാരണത്താലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദിശ, നിങ്ങളുടെ സന്മാർഗം, നിങ്ങൾക്ക് പോകേണ്ട വഴി കൃത്യമായി കാണിച്ചു തരുവാനുള്ള ഖുർആൻ നിങ്ങളെ പഠിപ്പിച്ചത്. എന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത് ഖലഖൽ ഇൻസാന വഅല്ലമഹുൽ ബയാൻ എന്ന് പറഞ്ഞത്. ആദ്യം അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളെ പടച്ചതല്ല. അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ കലാമിനെ അല്ലാഹു തആല ആദ്യമായി നിവർത്തിച്ചു വെച്ചു എന്നതാണ്. അത് അല്ലാഹു തആല തീർച്ചയായും അതിനെ അവനോടൊപ്പം അവൻ ഉണ്ടാക്കി എന്നതാണ്. അല്ലെങ്കിൽ അതിൽ ആ കലാമിനെ അല്ലാഹു തആല നിശ്ചയിച്ചു എന്നതാണ്. ഉണ്ടാക്കി എന്ന് പോലും പറയാൻ പാടില്ല. ഖുർആൻ സൃഷ്ടിയല്ല, അല്ലാഹുവിന്റെ കലാമാണ്. ഖുർആൻ സൃഷ്ടിയല്ല. നമ്മളൊക്കെ അല്ലാഹുവിന്റെ പടപ്പുകളാണ്. ഖുർആൻ അല്ലാഹുവിനോടൊപ്പമുള്ള അല്ലാഹുവിന്റെ പരമകാരുണികതയിൽ അവൻ നമുക്ക് വേണ്ടി മൊഴിഞ്ഞു തന്ന അവന്റെ കലാമാണ്. ആ കലാമാണ് അല്ലാഹുവിന്റെ പരമകാരുണികതയുടെ ഒന്നാമത്തെ അടയാളം. എന്നിട്ട് അല്ലാഹു തആല ഖുർആനിന് വേണ്ട, അല്ലെങ്കിൽ അവന്റെ വേദഗ്രന്ഥമാകുന്ന വേദഗ്രന്ഥങ്ങൾക്ക് വേണ്ട മനുഷ്യനെ പടച്ചു. അല്ലമഹു അൽ ബയാൻ, അവന് വിവരണവും അല്ലെങ്കിൽ സംസാര ശേഷിയും പഠിപ്പിച്ചു. നമ്മൾ ആ സംസാര ശേഷി ഉപയോഗിച്ചിട്ട് പരമകാരുണികനായ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് അകന്നുപോയി അതിനെ വിട്ടകന്ന് ജീവിച്ചിട്ട് നമ്മൾ നമ്മുടെ നാവുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക, നിഷേധിച്ചുകൊണ്ടിരിക്കുക. അല്ലേ? സത്യ അള്ളാഹുവിന്റെ പരമകാരുണികതയുടെ ഭാഗമായിട്ട് അവന്റെ കലാമാകുന്ന ഖുർആനിനെ അവൻ പഠിപ്പിക്കുകയും ആ ഖുർആനിനെ പിന്തുടരാൻ പറ്റുന്ന ഒരു വർഗമാകുന്ന മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിക്കുകയും ആ മനുഷ്യന് മറ്റുള്ള ജീവജാലങ്ങൾക്കില്ലാത്ത വാചാലത എന്ന് പറയുന്ന, ബയാൻ എന്ന് പറയുന്ന സംസാര ശേഷി കലാം അല്ലാഹു തആല നൽകുകയും ചെയ്തു. നമ്മൾ അതുപയോഗിച്ചിട്ട് അള്ളാഹനെ നമ്മൾ നിഷേധിക്കരുത്. അതുപയോഗിച്ചിട്ട് നമ്മൾ അള്ളാഹനെ തിരുത്തേനെ, അതുപയോഗിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനെ അവിശ്വസിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകണം. വിരോധാഭാസം പോട്ടെ, എൻ്റെ വിഷയം അതല്ല. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ അധ്യായത്തിൽ ആവർത്തിച്ച് അല്ലാഹു തആല 31 പ്രാവശ്യം എന്താ
ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എൻ്റെ ഏത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക? എൻ്റെ ഏത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുക? അല്ലാഹ് തന്ന അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ. അത് നടക്കണം പഠനം, അത് നടക്കണം വായന, അതിലൂടെ സഞ്ചരിക്കണം, അതിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയണം. അതിലൂടെ മുന്നേറിയ ഒരു കാലഘട്ടം ഞാൻ എന്നും പറയാറുണ്ട്, ആ കാലഘട്ടം ഇസ്ലാമിൻ്റെ സുവർണമായ കാലഘട്ടമാണ്. മുസ്ലിം ലോകത്തേക്ക് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന കാലഘട്ടം. യൂണിവേഴ്സിറ്റികൾ എവിടെ നിന്ന് വരും? അതുപോലെ തന്നെ ആംബുലൻസുകൾ എവിടെ നിന്ന് വരും? ഓപ്പറേഷനുകൾ എവിടെ നിന്ന് വരും? ലോകത്തിന് വിജ്ഞാനം എന്ന് പറയുന്നത് പകർന്നു കൊടുക്കുന്ന ഒരു സമൂഹമായിട്ട് ഖുർആനിന്റെ അനുയായികളിലേക്ക് ലോകമുറ്റു നോക്കിയിരുന്ന ഒരു കാലം ഇസ്ലാമിക ലോകത്ത് കടന്നു പോയിട്ടുണ്ട്. പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മഹാനായ ഇബ്നു റുഷ്ദിന്റെയോ അല്ലെങ്കിൽ മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയോ അല്ലെങ്കിൽ അതുപോലെ തുടർന്ന് വരുന്ന പലരുടെയും ആദ്യകാലത്ത് കടന്നുപോയ പലരുടെയും കിതാബുകൾ പാശ്ചാത്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെക്കാൻ പകരം ഒരു കിതാബ് ഇടാൻ കഴിയാത്ത കാലം ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. അത്രമേൽ ഇസ്ലാമിക സമൂഹം വായനയിലൂടെയും അറിവിലൂടെയും ഖുർആനികമായ വായനയിലൂടെയും ലോകത്തിനെ നയിച്ച, ലോകത്തിന് നേതാക്കന്മാരായി മുന്നോട്ട് പോയ ഒരു കാലഘട്ടം ഇസ്ലാമിക ലോകത്ത് നമുക്ക് വായിച്ചെടുക്കാറുണ്ട്. നമ്മൾ ആ ഖുർആനിൽ ഇറക്കി താഴെ വെച്ചിട്ട് വേറെ എന്തിൻ്റെയോ ഒക്കെ പുറകിലേക്ക് പോയി. ആ ഖുർആനിനെ നമ്മൾ താഴേക്ക് വെപ്പിച്ചിട്ട് നമ്മുടെ മക്കളെ നമ്മൾ എവിടേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തിൽ നമ്മളങ്ങനെ പോയി. മുസ്ലിം സമുദായത്തിൻ്റെ ഇസ്സത്തും നഷ്ടപ്പെടുന്ന കാഴ്ച അവിടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തിരിച്ചു പിടിക്കണം വായനാ സംസ്കാരം. എവിടെ നിന്ന് തുടങ്ങണം? എവിടെ നിന്ന് ആരംഭിക്കണം? വിശുദ്ധ ഖുർആനിൻ്റെ വായനയിൽ നിന്ന് ആരംഭിക്കണം. വിശുദ്ധ ഖുർആനിന്റെ വായന എന്ന് പറയുന്നത് അതൊരു മാധുര്യമുള്ള വായനയാണ്, അതൊരു രസകരമായ വായനയാണ്, അത് അതിനേക്കാളേറെ അനുഭൂതിദായകമായ വായനയാണ്. അതിൻ്റെ വരികൾക്കിടയിലൂടെ, അതിൻ്റെ അക്ഷരങ്ങൾക്കിടയിലൂടെ, അതിൻ്റെ പാരായണ മാധുര്യങ്ങൾക്കിടയിലൂടെ, അതിൻ്റെ ആഴമേറിയ ചിന്തകൾക്കും ആഴമേറിയ മനനങ്ങൾക്കും ഇടയിലൂടെയുള്ള ആ വായനയിലൂടെ മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മളെ കവച്ചു വെക്കാൻ ഒരാൾക്കും കഴിയാത്ത ഒരു വായനയുടെ ഉത്തമമായ മാതൃകയായി മുസ്ലിം ഉമ്മത്തിന് മാറാൻ സാധിക്കും. അതുകൊണ്ട് ഈ വായനാ വാരത്തിലിരുന്ന് നമ്മുടെ കൊച്ചു മക്കളോട് വായിക്ക് എന്ന് പറയുന്ന ഈ ജൂൺ 19 മുതൽ ഒരാഴ്ചക്കാലത്തെ ഈ വായനാ വാരത്തിലിരിക്കുന്ന നമ്മളോട് ചോദിക്കുക, ഒന്നാമതായി വായിക്കേണ്ട ഗ്രന്ഥം ഞാനും നിങ്ങളും വായിച്ചു. ആ ഗ്രന്ഥത്തെ നമ്മൾ എപ്പോഴും വായിക്കാൻ വേണ്ടി നിവർത്തി വെക്കുന്നവരാണോ? ആ ഗ്രന്ഥത്തിലൂടെയുള്ള വായന, അതിൻ്റെ ഓരോ ഹർഫും നോക്കിയിരുന്നാൽ കൂലി കിട്ടുന്ന, അതിൻ്റെ ഓരോ ഹർഫും ഉച്ചരിച്ചാൽ കൂലി കിട്ടുന്ന, അതിൻ്റെ ഓരോ ഹർഫുകളും കൂട്ടി കഷ്ടപ്പെട്ട് നമ്മൾ പ്രയാസപ്പെട്ട് വായിച്ചാൽ 2 കൂലി കിട്ടുന്ന അതിമഹത്തായ ഒരു ഗ്രന്ഥത്തെ നമ്മുടെ കൈകളിലേക്ക് തന്നിട്ടുണ്ട്. അത് വായിക്കാതെ നമ്മൾ മരിച്ചു പോകാൻ ഇടവരരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് വസിയത്ത് ചെയ്യാറുള്ളത്. ശരിയാവണ്ണം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഏറ്റവും കൃത്യമായി നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന, ബാധ്യതകൾ നിർവഹിക്കുന്ന, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന, നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ആര് എന്നെ തുണക്കും, ആര് എനിക്കൊന്ന് ശുപാർശ പറയും, ആര് എന്നെ ഒന്ന് സഹായിക്കും എന്ന് നമ്മളിങ്ങനെ അങ്കലാപ്പിലായി നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷി പറയാൻ വേണ്ടി വരുന്ന ഒരു ബന്ധം എല്ലാ വായനകൾക്കും അപ്പുറം വിശുദ്ധ ഖുർആനുമായിട്ടുള്ള വായനയിലൂടെ നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കുക. നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സമുദായത്തെ, നമ്മുടെ പൊന്നോമന മക്കളെ ആ ഖുർആനിൻ്റെ വായനയിലൂടെ എപ്പോഴും നമ്മൾ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്ന നമ്മുടെ ദൗത്യം, ഉത്തരവാദിത്വം നിർവഹിക്കുക. റഹ്മാനായ നാഥൻ ശരിയാം വണ്ണം ഗൗരവത്തോടുകൂടി കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാനും ചിന്തിക്കുവാനും അത് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള മഹാ തൗഫീഖ്, അതിനുള്ള മഹാ സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് ഇരു കൂട്ടർക്കും നൽകി, നമ്മുടെ കുടുംബാംഗങ്ങൾക്കുൾപ്പെടെ ആ മഹാ സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മളെ ഇരുവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.
الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وأصحابه وسلم. أما بعد فإن خير الحديث كتاب الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات اتقوا الله عباد الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാനും യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടുവാനുമുള്ള പരിശ്രമം എപ്പോഴും ജീവിതത്തിൽ മുറുകെ പിടിക്കണം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ 35-ാമത്തെ അധ്യായം സൂറ അൽ ഫാത്തിർ അതിൻ്റെ 28-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു വാക്യം പ്രകാരമാണ്: വമിനൻ നാസി വദ്ദവാബി വൽ അൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. മനുഷ്യരുടെ കൂട്ടത്തിൽ വിവിധ കളറുകളുള്ളവരുണ്ട്. വിവിധ കളറുകളുള്ളവർ, നിറങ്ങളുള്ളവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. വദ്ദവാബ്, മറ്റ് ഇതര ജീവജാലങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. വൽ അൻആം, മൃഗങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്. അല്ലാഹു തആല ആ അധ്യായം നമ്മൾ പഠിക്കേണ്ട അധ്യായമാണ് സൂറത്തുൽ ഫാത്തിർ. ആ അധ്യായത്തിൽ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൈവിധ്യങ്ങളെ, വ്യത്യസ്തതകളെ, അത് അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടി വൈഭവങ്ങളെ വളരെ കൃത്യമായി എണ്ണി എണ്ണി അള്ളാഹു തആല ചോദിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിർ. എന്നിട്ട് അള്ളാഹു തആല മനുഷ്യരിൽ വിവിധ കളറുകളിലുള്ളവർ, ജീവജാലങ്ങളിൽ വിവിധ കളറുകളിലുള്ളവർ, വൽ അൻആമി, മൃഗങ്ങളിൽ വിവിധ നിറങ്ങളിലുള്ളവർ എല്ലാം അല്ലാഹു തആല കദാലിക മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക, അപ്രകാരമാണ് വ്യത്യസ്തമായ കളറുകളിൽ അല്ലാഹു തആല അവയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. കൃത്യമായി കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവർ മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെടുക. ഇവിടെ എന്താ അറിവാ തന്നത്? ഇവിടെ എന്താ അറിവാ തന്നത്? ഈ പ്രപഞ്ചമാകുന്ന വായന, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണ വായന, അതിനെക്കുറിച്ചുള്ള പഠനം. ആ പഠനം പോലും എവിടേക്കാണ് എത്തുന്നത്? അതുപോലും ആത്യന്തികമായി നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടേക്കാ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഹസിയത്തിലേക്കാണ്. അല്ലാഹുവേ സുബ്ഹാനക, അല്ലെ, സുബ്ഹാനക. ഇതൊന്നും നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. ഈ സൃഷ്ടാവായ നീ എത്രയോ പരിശുദ്ധൻ എന്ന് പറയുന്ന അവന്റെ പരിശുദ്ധിയുടെ പ്രകീർത്തനങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകണം. അപ്പോൾ ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത്? കിതാബോധിയവനല്ല, കിതാബോധിയവനല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. മറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകളെ, അള്ളാഹുവിൻ്റെ അന്യൂനമായ അവൻ്റെ നടപടി ക്രമങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അവൻ്റെ അടിയാറുകളിൽ അവനെ ഭയപ്പെടുന്ന യഥാർത്ഥരായ ജ്ഞാനികളാരാണോ, യഥാർത്ഥരായ അറിവുള്ളവരാരാണോ, അവരാണ് അള്ളാഹുവിനെ യഥാർത്ഥ നിലയിൽ ഭയപ്പെടുക. അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. നിശ്ചയം അള്ളാഹു പ്രതാപവാനാണ്. അവൻ്റെ പ്രതാപത്തിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. ഗഫൂർ, മനുഷ്യ സഹജമായി സംഭവിച്ചു പോകാനുള്ള വീഴ്ചകൾ ഏറെ പൊറുക്കുന്നവനാണ് അവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിച്ചത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നന്നായി നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെയുള്ള വായന നടത്തുക. പ്രവാചക തിരുമേനിയുടെ ഒരു ഹദീസുണ്ട്, ലൗ തഅലമൂന മാ അലമു ലളഹിത്തും ഖലീലൻ വലബഖൈതും കസീറ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നതാണ്. ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ
വിശുദ്ധ ഖുർആൻ അവതീർണമായത് പ്രവാചകനിലേക്കാണ്. ആ പ്രവാചകൻ നമ്മുടെ ജീവിതം, നമുക്ക് വരാനിരിക്കുന്ന ജീവിതം ഇതൊക്കെ കൃത്യമായി കണ്ട ആളാണ്. നരകത്തെ കണ്ട ആളാണ്, സ്വർഗത്തെ കണ്ട ആളാണ്. അങ്ങനെ ഈ നമ്മളാകുന്ന മനുഷ്യവംശത്തിന്, മനുഷ്യരാശിക്ക് വരാനിരിക്കുന്ന ഭാവി ലോകത്തെ കണ്ട പ്രവാചകനാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഞാനെങ്ങാനും അറിയുന്നത് നിങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും കലീല, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. വല ബക്കൈത്തും കസീറ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. നമ്മളൊരു വിനോദത്തിൻ്റെ ലോകത്താണ് അല്ലെ, ഒരു വിനോദത്തിൻ്റെ ലോകത്താണ്. നമുക്കൊരു കരച്ചിലും വരുന്നില്ല, നമുക്കൊരു ബേജാറുണ്ടാകുന്നില്ല, നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ എന്നൊരാശങ്ക പോലുമില്ല. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ നജ്മിൽ ഖുർആൻ പറയുന്നുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. ഖുർആൻ ഓതി ചിരിക്കുന്നവരെ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ ഓതി ചിരിക്കുന്നു, ഖുർആൻ ഓതിയിട്ട് കരച്ചിൽ വരുന്നില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ ഖുർആൻ പോലും ഓതണില്ല, അതുകൊണ്ട് നമുക്ക് ചിരി നിൽക്കുന്നില്ല. ഖുർആൻ ഓതുന്നവർക്ക് ചിരി കുറയും, ഖുർആൻ ഓതുന്നവർക്ക് കരച്ചിൽ കൂടും. അവർക്ക് തീർച്ചയായും അള്ളാഹുവിനെ കുറിച്ചുള്ള ഹസിയത്ത് കൂടും, അവരെക്കുറിച്ചുള്ള ഹൗഫ് കൂടും, അവരിലേക്കുള്ള അടുപ്പം കൂടും. അങ്ങനെ കൂടുന്ന ഒരു വായനയുടെ സംസ്കാരം കൂടി തീർച്ചയായും ഞാൻ നിങ്ങളും ആർജിക്കുകയും നിലനിർത്തുകയും അതാണ് നമുക്ക് ആത്യന്തികമായി ഗുണം ചെയ്യുക എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയാവണ്ണം കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിലാക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ നമുക്ക് യഥാവിധി മാറ്റങ്ങൾ വരുത്തി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക്, അവൻ്റെ തർലീയത്തിലേക്ക് അടുക്കുവാനുള്ള സൗഭാഗ്യവും അതിനുള്ള സാഹചര്യവും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് പഠിക്കാൻ കഴിയാതെ പോയ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൻ്റെ പ്രായശ്ചിത്തം നമ്മുടെ സന്താന തലമുറകളിലേക്ക് പകർന്നു കൊടുത്ത് ആത്മാർത്ഥമായി നിർവഹിക്കുന്നവരാകാൻ അല്ലാഹു തആല നമ്മളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന കാലത്ത് ഖുർആനിൻ്റെ കേവല പാരായണം മാത്രമല്ല, ആ ഖുർആൻ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന അതിൻ്റെ ആശയതലത്തിലൂടെയുള്ള ഒരു പഠനത്തിനും വായനയ്ക്കും എപ്പോഴും താല്പര്യവും അതിനുള്ള ആത്മാർത്ഥമായ ശ്രമവും നിലനിർത്തുന്നവരാക്കി അല്ലാഹു തആല നമ്മളെ ഏവരെയും നിലനിർത്തി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ വലുതും ചെറുതുമായ പാപങ്ങൾ, ആ പാപങ്ങളിലുണ്ട് അള്ളാഹുവിൻ്റെ കലാം നമ്മൾ പഠിക്കാതെ പോയത്. അത് തെറ്റാണ്, അതൊരു പാപമാണ്, അതൊരു കുറ്റമാണ്. അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ കലാം നമ്മൾ പഠിക്കാത്തത്, ആ കലാമിനെ നമ്മൾ അവഗണിക്കുന്നത്, ആ കലാമിനെ നമ്മൾ പരിഗണിക്കാത്തത്, ആ കലാമിനെ നമ്മൾ ഇനിയും വായിച്ചു നോക്കാത്തത് നമ്മൾ ചെയ്യുന്ന ഒരു പാപമാണ്. ആ പാപം ഉൾപ്പെടെയുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആ പാപങ്ങളിൽ നിന്നെല്ലാം ആത്മാർത്ഥമായ പശ്ചാത്താപത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വന്ന് അള്ളാഹുവിന് പൊരുത്തമുള്ള ഒരവസ്ഥയിൽ അല്ലാഹു തആല നമ്മുടെ റൂഹിനെ പിടിക്കാൻ വിധി കൂട്ടുമാറാകട്ടെ. സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവന് ഇഷ്ടപ്പെട്ട, അവന് തൃപ്തിപ്പെട്ട, അവനാൽ പൂർണ്ണമായി അനുഗ്രഹീതരായ അവൻ്റെ അടിയാറുകളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസ് ഉൾപ്പെടെ അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ നമുക്ക് നല്ലത് പറഞ്ഞു തന്ന സാത്വികരായ നല്ല ഗുരുനാഥന്മാർ ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ നമ്മളെ സഹായിച്ച നമ്മുടെ സഹോദരന്മാരാകുന്ന എല്ലാ ആളുകളും ഉൾപ്പെടെ നാളെ അവൻ്റെ സ്വർഗീയ ആരാമങ്ങളിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്നതിനോടൊപ്പം അവൻ്റെ കത്തിയാർന്ന നരകാഗ്നിയെ തൊട്ട് അല്ലാഹു തആല നമ്മളെ ഏവരെയും നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം അല്ലാഹു തആല കാത്ത് സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ وعلى كل أمورنا لا حول ولا قوة إلا بالله عليك توكلنا وإليك ننيب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك
الشرك والمشركين. اللهم احينا بالقرآن والسنة وامتنا مع الإيمان والتوبة. ربنا أدخلنا الجنة يا رب العالمين. ربنا نجنا مما نخاف ونحذر ورب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.